നമസ്കാരം പക്ഷേ. നമസ്കാരം. നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ പാലക്കാടാണ് അവസരം കൊടുത്തിരിക്കുന്നത്. അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിൽ നിന്ന് പിഷാരടിയാണ് വരുന്നത്. രമേശ് പിഷാരടി, ഒരു സിനിമാ നടനും അതേപോലെ മിമിക്രി ആർട്ടിസ്റ്റൊക്കെ ആയ അദ്ദേഹം, അവതാരകനൊക്കെ ആയ അദ്ദേഹം വരുന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥിതി എന്തായിരിക്കും? അതേപോലെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെയാണ് അവിടെ ഇടതുപക്ഷം കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. അത് എത്രമാത്രം ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും? എനിക്ക് തോന്നുന്നത് പാലക്കാട് സീറ്റ് നിർണയത്തിൽ കോൺഗ്രസ്സിന് തെറ്റുപറ്റി എന്നാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാനായിട്ട് വരുമ്പോൾ ആ മത്സരം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി എനർജൈസ് ചെയ്യപ്പെടുന്ന ഒരു സാധനം, അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള ഒരു എനർജി മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. ഇവിടെ പൊളിറ്റിക്കൽ എനർജൈസേഷൻ വരുന്ന സമയത്ത് അതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കോൺഗ്രസും പൊളിറ്റിക്കൽ കാൻഡിഡേറ്റിനെ കൊണ്ടുവരും. അപ്പോൾ രമേശ് പിഷാരടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം നല്ല ഒരു കാൻഡിഡേറ്റാണ്. വെറുതെ നമ്മൾ ആസിറ്റീസ് ഇങ്ങനെ നോക്കുന്നത്. കാരണം സാധാരണ സിനിമക്കാരിൽ നിന്ന് കൃത്യമായിട്ട് വ്യത്യസ്തമായ രാഷ്ട്രീയമുള്ള, ആ രാഷ്ട്രീയത്തിനൊരു ബോധമുള്ള ഒരു കഥാപാത്രമാണ്. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുമ്പോൾ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗിക്ക് എതിരെയാണ് മത്സരിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയക്കാരനായിരിക്കണം. നിങ്ങളുടെ കാല് മണ്ണിലും മനുഷ്യരിലും ഒക്കെ ഉറച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ്. അവിടെ സിനിമക്കാർക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കാര്യമായിട്ടൊന്നും പങ്ക് വഹിക്കാനായിട്ട് കഴിയില്ല. ഇപ്പോൾ ഉറച്ച മണ്ഡലങ്ങളിൽ നിർത്താം, ഉറപ്പായിട്ട് ജയിക്കുമെന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിൽ നിർത്താം. അതല്ലെങ്കിൽ സിനിമാക്കാരെയും ബുദ്ധിജീവികളെയും ഒക്കെ സ്വീകരിക്കാനായിട്ട് തൽപരരായിട്ടുള്ള ആളുകളുള്ള ഇടങ്ങളിലൊക്കെ ഇദ്ദേഹത്തെ കൊണ്ട് അവതരിപ്പിക്കാം. പാലക്കാട് പക്ഷേ ഒട്ടും പറ്റിയ ഇടമല്ല. കാരണം പാലക്കാട് ഷാഫി ജയിച്ചുകൊണ്ടിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം അയാൾ വളരെ നല്ല പൊളിറ്റിക്കലായിട്ട് ലീഡറാണ്. ഒന്ന്. രണ്ട്, ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിന് ബാഗ് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അത് ഏതായാലും പിഷാരടി കഴിയും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പിഷാരടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ സവർണ സമൂഹത്തിനകത്ത് സ്വീകാര്യനായ ഒരാളാണ്. പക്ഷേ സവർണ സമൂഹത്തിൻ്റെ പൊളിറ്റിക്കൽ വോട്ട് മുഴുവനും എവിടെയാണ് ആങ്കർ ചെയ്തിരിക്കുന്നത്? BJP-യിലാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ക്രൗഡ് പുള്ളറാണ്. ഏത് സ്ഥലത്തും മത്സരിപ്പിക്കാൻ അവരെ BJP കൊണ്ട് നിർത്തുന്ന സമയത്ത് അവരുടെ ഒരു ഹൈടെക് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഈ BJP-ക്ക് കിട്ടാവുന്ന മുഴുവൻ വോട്ടുകളും അവർക്ക് സ്വാംശീകരിച്ചെടുക്കാനായിട്ട് കഴിയും. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവർ 2011 22,000 വോട്ടായിരുന്നു ഇവിടെ BJP-ക്ക് ഉണ്ടായിരുന്നത്. 2016 അവർ നിയമസഭാ ഇലക്ഷനിൽ നിന്നപ്പോൾ 40,087 വോട്ട് അവർ നേടിയിട്ടുണ്ട്. അതേപോലെ ലോക്സഭാ ഇലക്ഷൻ 2014 അവർ 1,38,000 വോട്ട് നേടിയിട്ടുണ്ട് പാലക്കാട് പാർലമെൻറ്റിൽ. അങ്ങനെ 40,000 വോട്ട് കിട്ടിയതിന് ശേഷം പിന്നെ അവിടെ അവരെ പരീക്ഷിച്ചില്ല. പിന്നെ മറ്റുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് എവിടെയും അവർ ആറ്റിങ്ങലായിക്കോട്ടെ, ആറ്റിങ്ങൽ 90,000 ഉള്ളത് 2,48,000 വോട്ടാക്കി ഉയർത്തി. ആലപ്പുഴയിൽ അവസാനം അവർ മത്സരിക്കുമ്പം നേരത്തെ 1,87,000 വോട്ടുള്ള 2,99,000 വോട്ടായിട്ട് ഉയർത്തി. എവിടെ നിന്നാലും അവിടെ 50% വോട്ട് അല്ലെങ്കിൽ ഇരട്ടി വോട്ട് അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJP-ക്ക് സ്ഥിരമായിട്ട് ആവറേജ് 43-45 വരെയൊക്കെയാണ് വോട്ട് പാലക്കാട് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ മെട്രോമാൻ ശ്രീധരന് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കിട്ടിയുള്ള 50,000 വോട്ടാണ്. അന്ന് 4,000 വോട്ടിൻ്റെ താഴേക്കാണ് ഷാഫി പറമ്പിൽ വിജയിച്ചിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ വിജയം എത്രമാത്രം നമുക്ക് പ്രതീക്ഷിക്കാം? നാച്ചുറലായിട്ട് ഇപ്പോഴത്തെ പൊസിഷൻ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റ് വരാനുള്ള ഒരു സാധ്യത ഇടതുപക്ഷം 3-ാം സ്ഥാനത്താണ് എപ്പോഴും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. വലിയ മാർജിനും ഉണ്ടാകാറുണ്ട്. ആ ഇടതുപക്ഷം ഇത്തവണ അവിടെ ഒരു ഹോട്ടൽ ബിസിനസ്സുകാരനായിട്ടുള്ള റസാക്കിനെയാണ് സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നത് അല്ലേ മുസ്ലിങ്ങളുടെ. അപ്പോൾ അദ്ദേഹം ഒന്ന് സംഘടിത സ്വഭാവമുള്ള ആൾ. അദ്ദേഹം പറയുന്നുണ്ട് പഴയകാലത്തെ സഫയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഈ പാലക്കാട് നിയോജക മണ്ഡലം പണ്ട് നൗഷാദ് നിൽക്കുന്ന സമയത്താണ് അവിടെ LDF ജയിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നൗഷാദ് അവിടെ തോറ്റു. പിന്നീടും ഒരിക്കൽ കൂടി LDF ജയിച്ചിട്ടുണ്ട്. പക്ഷേ കുറേ നാളുകളായിട്ട് ആ നിയോജക മണ്ഡലത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് രാഷ്ട്രീയ നിയോജക മണ്ഡലത്തിനപ്പുറമായിട്ട് മതവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു നിയോജക മണ്ഡലമായി മാറുന്നത്. അതുകൊണ്ടാണ് BJP-ക്ക് അവിടെ വളരെ നല്ല രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. കോൺഗ്രസ്സിന് കൃത്യമായിട്ട് അറിയാം ഷാഫി പറമ്പിൽ ജയിച്ചിരുന്നത് ഷാഫി മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ്. മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ നല്ല ശതമാനം വോട്ട്, ഏതാണ്ട് 40,000 വോട്ടോളം മിക്കവാറും ആ നിയോജകമണ്ഡലത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ ഷാഫി ബാഗ് ചെയ്തിരുന്നത് കൊണ്ടാണ് ഷാഫിക്ക് ഇത് ഇങ്ങനെ ഈസി ആയിട്ട് ആരെയും തോൽപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അത് മാറിക്കൊണ്ടിരുന്നത്. ഇത് പരിശോധിക്കാതെ പിഷാരടിയോടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കൃത്യമായിട്ട് CPM എന്ത് ചെയ്യുന്നത് വെച്ചാൽ സരിനെ മാറ്റി അതിന് പകരമായിട്ട് റസാക്കിനെ അവിടെ കൊണ്ടുവരുന്നെന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് ഈ ശോഭാ സുരേന്ദ്രൻ വന്ന് തീ കത്തിക്കുന്നത് ഹിന്ദുത്വ വർഗീയതയുടെ തീയാണ് കത്തിച്ചിങ്ങനെ വിടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങൾ അവിടെ ധ്രുവീകരിക്കപ്പെടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ധ്രുവീകരിക്കപ്പെട്ടാൽ ആ വോട്ടിൻ്റെ ഒരു നല്ല ഷെയർ ഈ LDFന് ബാഗ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ മത്സരം LDFും BJPയും തമ്മിലായിട്ട് മാറത്തില്ല. അങ്ങനത്തെ പോസിബിലിറ്റി അവിടെ കാണുന്നുണ്ട്. അപ്പോഴും എഡ്ജ് കിട്ടുന്ന ആർക്കാണ്? BJP. ഏകദേശം 48,000-ഓളം മുസ്ലിം വോട്ട് അവിടെ ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിച്ചിരുന്ന ആളല്ലേ ശരിക്കും ആ മണ്ഡലത്തിലേക്ക്? ഞാൻ ഇന്നലെ പോയിരുന്നു. ഇന്നലെ പോയപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം എല്ലാ മേഖലകളിലും ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമാണ് കണ്ടിട്ടുള്ളത്. അത് ഒരു ട്രെൻഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ എൻ്റേതായ മേഖലകളിൽ കൂടിയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. മനസ്സിലായി. പല പ്രമുഖരായ ആളുകളെയും കണ്ടിട്ടുണ്ട്, സാധാരണക്കാരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ വായിന്ന് ശോഭാ സുരേന്ദ്രൻ്റെ പേര് മാത്രമാണ് പറയുന്നത്. ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരാൾ രംഗപ്രവേശിച്ചത് 3 ദിവസമായിട്ടുള്ളൂ. അന്നപ്പോഴത്തേക്ക് നേരത്തെ വന്ന ആളല്ല. അല്ല, നേരത്തെ 2 വട്ടം അവിടെ മത്സരിച്ചിട്ടുള്ളവരാണ്. പക്ഷെ കായംകുളത്തും ഹരിപ്പാടും വരുമെന്നും പറഞ്ഞ് കാത്തിരുന്ന അവർ പെട്ടെന്ന് 10 ദിവസം മുമ്പാണ് അവർക്ക് പാലക്കാട് കൊടുക്കുന്നത്. പാലക്കാട് കൊടുത്ത് 3 ദിവസമാണ് രംഗപ്രവേശം ചെയ്യുന്നത്. ആക്ച്വലി ആ രംഗപ്രവേശം ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ മേഖലയിലും അവർക്ക് ട്രെൻഡ് ഉണ്ടാവുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മുസ്ലിം ആയ ഒരു ആളെ നിൽക്കുമ്പോൾ 48,000 വരുന്ന മുസ്ലിം വോട്ടുകൾ വിള്ളലുണ്ടായിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ വരെ അത് UDFനോടൊപ്പം നിന്ന വോട്ടുകളാണ് ഭിന്നിക്കപ്പെടുന്നത്. അത് ഭിന്നിക്കപ്പെട്ടാൽ അവിടെ BJPയുടെ അതായത് ശോഭാ സുരേന്ദ്രൻ്റെ വിജയം സുനിശ്ചിതമല്ലേ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അത് ഏതാണ്ട് സുനിശ്ചിതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം കൂടുതൽ വോട്ട് വാങ്ങാനായിട്ട് ഇദ്ദേഹത്തിന് കഴിയും എന്നതിനനുസരിച്ച് ഇവർക്ക് തമ്മിൽ എന്ത് ചെയ്യാം, മത്സരത്തിലേക്ക് എത്താം. അതായത് LDF മത്സരത്തിലേക്ക് വരുന്ന വഴിയാണ് റസാഖ് എന്നാണ് ഞാൻ മനസ്സിലാക്കി. ജയിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ ശക്തിയുള്ള ആളായിട്ടും ഒരു ഗുണം കിട്ടുന്നത്, അതായത് മുസ്ലിം കാൻഡിഡേറ്റും LDF കാൻഡിഡേറ്റ് വരുന്നത് ശോഭാ സുരേന്ദ്രൻ ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് മുസ്ലിം കാൻഡിഡേറ്റ് വരുമ്പോൾ ശോഭാ സുരേന്ദ്രന് ഗുണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് സ്വാഭാവികമായിട്ടും UDF കാൻഡിഡേറ്റിന് ദോഷമായി വരുന്നതിൻ്റെ ഫലമായിട്ട്, വേറെ ഒരു അഡ്വാൻറ്റേജ് കൊണ്ടല്ല സംഭവിക്കുന്നത്. അപ്പോൾ പക്ഷെ അവിടെ എന്താണ് UDF ചെയ്യേണ്ടിരുന്നത് എന്നുള്ളതല്ലേ പ്രശ്നം. UDFന് ഇത് അറിയാൻ പാടില്ല എത്ര കാലം ഷാഫിയോടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. കൃത്യമായിട്ട് ആ ഷാഫിയുടെ ഇലക്ട്രോൾ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കി അതിന് റീപ്ലേസ് ചെയ്യുന്ന മറ്റൊരു കാൻഡിഡേറ്റിനല്ലേ അവർ കൊണ്ടുവരേണ്ടത്. അതിന് പകരം സന്ദീപ് വാര്യരായിരുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? സന്ദീപ് വാര്യരായി കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങളുണ്ട് ശരിക്കും. സന്ദീപ് വാര്യർ BJPക്കുള്ളിൽ കുറച്ച് ഗ്രിപ്പുള്ള ഒരാളായിരുന്നല്ലോ ആ മേഖലകളിൽ. അല്ല, അവിടെ സന്ദീപ് വാര്യരാണെങ്കിൽ വേറൊരു പോസിബിലിറ്റി ഉണ്ട്. കാരണം വെച്ചാൽ ശോഭാ സുരേന്ദ്രനെ അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന് താല്പര്യമില്ല. സന്ദീപ് വാര്യർ വരുന്ന സമയത്ത് ആ താല്പര്യമില്ലായ്മയിൽ ഒരു സെക്ഷൻ വേണമെങ്കിൽ സഖ് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നുള്ള. അവിടെ സന്ദീപ് വാര്യരെ കൊണ്ടിട്ടിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഗുണം ചെയ്യുമായിരുന്നു കോൺഗ്രസിന്. അല്ല, അത് നല്ല പൊളിറ്റിക്കൽ ഫൈറ്റായി മാറും. അങ്ങനെ സന്ദീപ് വാര്യർ വന്നാൽ ചിലപ്പോൾ CPM റസാക്കിനെ കൊണ്ടുവരണമെന്നില്ല. CPMന് കൃത്യമായിട്ട് മനസ്സിലായി ഈ സന്ദീപ് ഇയാൾ വന്നപ്പോൾ അത് പൊളിഞ്ഞു എന്നുള്ള കാര്യം. CPM തിരിച്ചറിയാണ് ചെയ്യുന്നത്. എന്താണ് പിഷാരടി വന്നതോടുകൂടി അത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിലേക്ക് അവർ നീങ്ങുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് രീതിയിലായാലും അത് BJPക്ക് ഗുണകരമായി മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ BJP ഉറപ്പായിട്ടും ഒരു സീറ്റ് തുറക്കും എന്നാണ്, അതായത് മധ്യ കേരള പാലക്കാട് നിന്ന് തുടക്കം വിടും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം. ശരിയാണ്, അതിനുള്ള സാധ്യത. അതൊരു കാറ്റായിട്ട് മാറാനും പിന്നീട് സാധ്യതയുണ്ട്. അല്ല, ഈ വർഷം വലിയ കാറ്റൊന്നും സംഭവിക്കാനൊന്നുമില്ല. എത്ര സീറ്റുകൾ നേടുന്നതാണ് മാഷ കണക്കൂട്ടൽ കേരളത്തിൽ? അല്ല, ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു 2-3 സീറ്റ് എന്ന് തന്നെ ഇപ്പോഴും വരുന്നുള്ളൂ ശരിക്കും. ഏതൊക്കെ സീറ്റുകളായിരിക്കും മാഷ കാണുന്നത്? അല്ല, അതിപ്പോൾ സാധാരണ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഇതൊരു സീറ്റ് വരുന്നുണ്ട്.
ഒന്ന് മഞ്ചേശ്വരത്തെ പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റില്ല. മഞ്ചേശ്വരത്ത് 20,000 വോട്ടിന്റെ ലീഡ് ഉണ്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ അത് തെരഞ്ഞെടുപ്പിൽ. എടുത്തിട്ട് കാര്യമില്ല. നിയമസഭയിൽ വരുന്ന ലോകസഭയിലും വലിയ ഭൂരിപക്ഷമാണ്, 30,000-ലും മേലെ ഭൂരിപക്ഷമുണ്ട് UDF-ന്. അതെ, അത് മുമ്പൊക്കെ എഡ്ജായിട്ട് നിൽക്കുന്നതായിരുന്നു. മുമ്പൊക്കെ 500-1000 വോട്ടിന്റെ ഒരു വ്യത്യാസമായിരുന്നു. അവിടെ ശരിക്കും BJP ഇത്തിരി ഡിമ്മായിട്ടുണ്ട്. ശരി, അതെ, അത് ശരിയാണ്. അവിടെ ഒരു നമുക്ക് അങ്ങനെ പറഞ്ഞു വെക്കാവുന്ന 2 സ്ഥലങ്ങളാണ് ഈ പറഞ്ഞത്. ഒന്നത് അതേ സമയത്ത് പാലക്കാട് 5000 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. ഈ 5000 വോട്ട് ശോഭാ സുരേന്ദ്രൻ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാലക്കാട് കുറെ കൂടെയൊക്കെ ഒരു BJP മണ്ഡലമായി മാറി. ബേസിക്കായിട്ട് 40,000-43,000 വോട്ട് അവർക്ക് സ്ട്രോങ് ആയിട്ട് അവിടെ ഉണ്ട്. ആ 40,000 വോട്ട് ഉണ്ടെങ്കിൽ അവർക്ക് 20,000 വോട്ട് സ്വന്തമായി പിടിക്കാൻ വലിയ അവരുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ, എല്ലാ സ്ഥലത്തെയും ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അവർക്ക് പിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവരുടെ വിജയത്തെ കുറിച്ച് നമുക്ക്. പിന്നെ 1-2 സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നേമം അല്ലെ, നേമം, വട്ടിയൂർക്കാവ്, അതേപോലെ K. മുരളീധരനാണ് നിൽക്കുന്നത് അല്ലെ. നേമമാണ് എളുപ്പത്തിൽ കിട്ടാൻ സാധ്യത അല്ലെ. വട്ടിയൂർക്കാവ് കൂട്ടം ഇത്തവണ നമ്മളെ V. മുരളീധരൻ നിൽക്കുന്നു. അപ്പുറത്ത് കടകംപള്ളിയാണ്. 2ാം സ്ഥാനത്ത് അവിടെ BJP ആണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നല്ല ഭൂരിപക്ഷം BJP-ക്കുള്ളതാണല്ലോ. അതെ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. എന്തായാലും ഭാഷ കണക്കൂട്ടിൽ ഒരു 3 സീറ്റാണ് BJP പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റായി മാറും പാലക്കാട്. അങ്ങനെയാണ് തോന്നണം എന്ന് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.